ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്ഥലമാണ്. അതായത് എൻ്റെ വീടിൻ്റെ പടിക്കൽ ഇറങ്ങിയിരുന്ന നേരെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ദൂരത്തേക്കൊന്നും പോകണമെന്നില്ല. നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട് ഇതുപോലെ നല്ല സ്ഥലങ്ങൾ. നമുക്ക് ആ ഫ്രെയിം സെലക്ട് ചെയ്യാൻ പറ്റണം. പലപ്പോഴും അത് പറ്റില്ല. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് ബ്യൂട്ടി ഉള്ളതായി തോന്നില്ല. സത്യത്തിൽ വാട്ടർ കളറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബ്യൂട്ടിയാണ്. ഏത് സ്ഥലത്തിനും നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്തി വരയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത് ഒരു അംഗൻവാടിയാണ്. ഇവിടെ നോക്കുമ്പോൾ നേരെ കാണാൻ പറ്റും. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇത്രയും വെളിച്ചൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ വെളിച്ചമൊക്കെ ഞാൻ എൻ്റെ രീതിയിലായിട്ട് മാറ്റം വരുത്തി കൊണ്ടുവന്നാണ്. വെളിച്ചം അവിടെ അങ്ങനെ വരലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അത്. പക്ഷേ ഈ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മൂടിയായ എഫക്റ്റ് ആയിരുന്നു. അത് രാവിലെ ഒരു 6:30-7 മണിയായപ്പോഴാണ് ഇരുന്നത്. A4 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഞാൻ A3 ചെയ്തത്. A4 ചെയ്യാൻ കാരണം സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് ചിത്രപട്ട് പേപ്പർ തന്നെയാണ്. ഇതിൻ്റെ 2 സൈഡ് ഉണ്ടെന്ന് അറിയാലോ. ഒരു സൈഡ് ഇത് ബാക്ക് സൈഡാണ് ഞാൻ വരച്ചിരിക്കുന്നത്. റഫ് ആയിട്ടുള്ള സൈഡിൽ ശരിക്കും വരയ്ക്കില്ല, പക്ഷേ അങ്ങനെയല്ല ഇത്തവണ ചെയ്തത്. സ്മൂത്ത് ആയിട്ടുള്ള സൈഡാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. റഫ് ആയിട്ടുള്ള സൈഡിൽ വരയ്ക്കേണ്ട എഫക്റ്റ് അല്ല, നമുക്ക് സ്മൂത്ത് ആയിട്ട് സൈഡ് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കളർ ബ്ലെൻഡ് ചെയ്യാനും എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളതാണെങ്കിൽ നമ്മൾ ഈ റഫായിട്ടുള്ള സ്ഥലത്ത്, നല്ല ഒറിജിനൽ വരയ്ക്കേണ്ട സ്ഥലത്ത് വരയ്ക്കുമ്പോൾ ഇത്രയും കളറ് അല്ല, കുറച്ച് കൂടുതൽ കളർ ഉണ്ടാവും. ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് കൂടുതൽ കളർ ഇട്ടാലേ നമുക്ക് കുറച്ച് നന്നായി തോന്നും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, കുറച്ച് അഡ്വാൻസ്ഡുമാണ്. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരാൾക്കുള്ളത് എന്താണെങ്കിൽ നെഗറ്റീവ് പെയിൻറ്റിങ്, ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കുറേ ഒഴിവാക്കുക. ഫ്രണ്ട് സൈഡിൽ ഫോർഗ്രൗണ്ടിലുള്ളത് കുറേ ബ്ലേഡ് ആക്കി ഇടുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സമയത്തിന് ഡാർക്കും ലൈറ്റും വെക്കണത്. ലൈറ്റ് വെച്ച് ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ ചെയ്യുക എന്നുള്ള രീതിയിലല്ല. ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും ഇതിനെ ചെയ്ത് പഠിക്കാം. അതായത് ഈ ഒരു വീടിൻ്റെ ഭാഗം, അതായത് ഈ അംഗൻവാടി എന്ന് പറയുന്ന ഭാഗം മാത്രം ചെയ്ത് പഠിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷാഡോ പോലത്തെ ഈ ഒരു ഭാഗം അത് വേറെ രീതിയിൽ ചെയ്തിരിക്കണേ. ഈ സൈഡിലെ ഭാഗം ബ്ലെൻഡായിട്ട് ചെയ്തിരിക്കണേ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് എല്ലാവരും കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ ചേർക്കാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ആണത്. മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് സ്കെച്ചിങ് ചെയ്ത് തുടങ്ങാം. സ്കെച്ചിങ്ങിലെ പ്രധാന ഒബ്ജക്റ്റിനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് കുറച്ച് പെർസ്പെക്റ്റീവൊക്കെ ഉള്ളതാണ്. പ്രധാന ബിൽഡിങ്ങിന് വലിയ പെർസ്പെക്റ്റീവ് ഇല്ലെങ്കിലും അതിന് മുൻപിലുള്ള ആ ഒരു റോഡിന്, ആ ഒരു മതിലിന് നല്ല പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്തുനിന്ന്, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഭാഗത്ത് കൂടുതൽ ദൂരം കാണാനില്ലെങ്കിൽ പോലും ഞാൻ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് എനിക്ക് കുറച്ച് ദൂരം, അതായത് മതിലും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തുള്ള കാര്യങ്ങളും കാണാൻ കഴിയുമായിരുന്നു, ദൂരത്തുള്ള കാര്യങ്ങൾ. അതുകൂടി ഞാനിവിടെ സ്കെച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാന ഒബ്ജക്റ്റായ നമ്മളുടെ അംഗൻവാടിയെ വലത് സൈഡിലേക്ക് ഫോക്കസ് ചെയ്താണ് സ്കെച്ച് ചെയ്തിട്ടുള്ളത്. അതും ആ മതിലും ആണ് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മളെ ഫോക്കൽ പോയിൻറ്റും. പിന്നെ ആ അംഗൻവാടിക്ക് പുറകിലുള്ള മരങ്ങളും അതെല്ലാം ഒരു പ്ലെയിൻ ലെയർ ആയിട്ടാണ് ചെയ്തത്. എൻ്റെ അടുത്ത് നിൽക്കുന്ന വാഴയെ സ്കെച്ച് ചെയ്തതും നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽ ആയിട്ട്. അത് പെയിൻറ്റ് ചെയ്തതും ഡീറ്റെയിൽ ആയിട്ടാണ്. വാട്ടർ കളർ തുടങ്ങാം. ഇതാണ് നമ്മളുടെ പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൽ ആദ്യം ഞാൻ ഉപയോഗിച്ചത് കുറച്ച് ക്രിംസണും ബേൺസീനയും മിക്സ് ചെയ്ത കളറാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് ഓറഞ്ച് കൂടി ചേർക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. A4 പേപ്പറാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ആംഗുലർ ബ്രഷാണ്. അധിക സമയത്തും ആംഗുലർ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കൈ മറയാൻ തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ആംഗുലർ ബ്രഷിന് അങ്ങനെയില്ല, നമ്മളുടെ കൈ മറിയില്ല. പിന്നെ വേറൊരു കാര്യം, ഫ്ലാറ്റായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ അഗ്രം കൊണ്ട് ഷാർപ്പായിട്ടുള്ള ലൈനുകൾ ഇടാനും ഉപയോഗിക്കാം, എഡ്ജുകളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. ഈ ഒരു ആംഗുലർ ബ്രഷ് ഞാൻ സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ 4 ബ്രഷുകളാണുള്ളത് ഒരു സെറ്റിൽ. അപ്പോൾ ആദ്യം ഓടിൻ്റെ ഭാഗം ചെയ്തു. ഓടിൻ്റെ ഉൾഭാഗം വരേണ്ട ഭാഗം കുറച്ച് ഡാർക്കായാണ് ചെയ്തത്. ഇൻഡിഗോ മിക്സ് ചെയ്തു. ഓടിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഇൻഡിഗോ ചേർത്തിട്ടുണ്ട്. അതായത് പ്ലെയിൻ ഒരു കളറില്ലാതെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവിടെ വരുന്ന ബ്രൈറ്റ് ബ്ലൂ, അത് സെറിലിൻ ബ്ലൂ ആണ്. ഈ ചുമര് ചെയ്യുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ നെഗറ്റീവ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അവിടെ പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന പുല്ലാണ്. പക്ഷേ നമ്മൾ പുറകിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കളർ കൊടുക്കുമ്പോൾ തന്നെ ആ പുല്ലുകളെ അവിടെ വിട്ടാണ് ചെയ്യുന്നത്. അവിടെ കൂടുതൽ വെളിച്ചം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ പുല്ലിനാകുമ്പം ആ ആംഗുലർ ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ പുറകിലുള്ള വശമാണ്. അതായത്
ആ ബിൽഡിങ്ങിൻ്റെ മുന്നിലിട്ട ഷീറ്റിൻ്റെ അപ്പുറത്ത് കാണുന്നത്, അതിനുള്ളിലൂടെ കാണുന്ന ഭാഗമാണ് വരയ്ക്കുന്നത്. ലെമൺ യെല്ലോയും കുറച്ച് പെർമനൻറ്റ് ഗ്രീനും ചേർത്താണ് വരയ്ക്കുന്നത്. അവിടെ കൂടുതൽ വെളിച്ചം വീഴുന്നൊരു ഭാഗം കൂടിയാണ്, അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെരിച്ച് വാർത്ത ഒരു ഭാഗം, ചെരിച്ച് ഷീറ്റിട്ട ആ ഭാഗം ഒഴിവാക്കി അതിൻ്റെ പിൻഭാഗം കൂടി പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. വാഴയെല്ലാം ആ ആംഗുലർ ബ്രഷ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആ മതിലിൻ്റെ താഴെയുള്ള ആ ഒരു ചെടികൾ മുളച്ചതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ബ്രഷ് കൊണ്ട് ഞാൻ ആ ഒരു ആംഗുലർ ബ്രഷ് കൊണ്ട് വാഴയെ വളരെ സിമ്പിളായാണ് ചേർക്കുന്നത്, കാരണം അത് കൂടുതൽ ദൂരെ ഉള്ളതാണ്. പിന്നെ ഇത് A4 പേപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വലിപ്പമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നല്ല അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു രീതിയിൽ ഇതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ വലിയ ബ്രഷുകൾ ഉപയോഗിക്കുക, അപ്പോൾ കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആക്കാൻ കഴിയും. ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ച് ചൊറിഞ്ഞിരിക്കുന്ന രീതിയിൽ വാട്ടർ കളർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കുറേ ഗ്രേ കളറുകളാണ്. അതായത് ആ ബിൽഡിങ്ങിനും അതിന് പുറത്ത് നിൽക്കുന്ന വാഴകൾക്കും അതിനും പുറകെ നിൽക്കുന്ന കുറേ മരങ്ങളും എല്ലാമാണ് ചേർക്കുന്നത്. ആദ്യം ഉപയോഗിച്ച് കുറച്ച് ഗ്രീനും ഇൻഡിഗോയും മിക്സ് ചെയ്ത കളറാണെങ്കിൽ ആ വാഴകളുടെ ഭാഗം വന്നപ്പോഴേക്ക് കൂടുതൽ ഇൻഡിഗോ മിക്സ് ചെയ്തൊരു കളറാണ് ഉപയോഗിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാഴകൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നെഗറ്റീവ് പെയിൻറ്റിങ് രീതി ആണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് പെയിൻറ്റിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ആ വാഴയെ ഒഴിവാക്കി ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാഴ തെളിഞ്ഞു വരുന്ന രീതിയാണ് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. കൂടുതൽ താഴേക്ക് എത്തിയപ്പോൾ കൂടുതൽ ഇൻഡിഗോ ചേർത്ത് ഡാർക്കാക്കി അവിടെ നിൽക്കുന്ന ചെടികളെല്ലാം നെഗറ്റീവ് പെയിൻറ്റിങ് ഉപയോഗിച്ച് ചെയ്യുന്നത് കാണാം. അവിടെ എങ്ങനെ അല്ലാതെയും നമുക്ക് ചെയ്യാം, അതായത് ബ്ലെൻഡായും ചെയ്യാം. പക്ഷേ അവിടെ ഒരു നല്ല വെളിച്ചം വരുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് എഡ്ജൊക്കെ ഷാർപ്പായി കുറച്ച് നിർത്തിയാണ് ചെയ്തത്. ആദ്യം പെയിൻറ്റ് ചെയ്ത ഭാഗത്തിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ എല്ലാം ചേർത്തു. ഇനിയിപ്പോൾ ഞാൻ ഈ ചെറിയ ബ്രഷ് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ പെയിൻറ്റ് ചെയ്ത ഇൻഡിഗോ കളർ ബാക്ക്ഗ്രൗണ്ടാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇനി വേറെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഗ്രേ കളർ ഉപയോഗിച്ചു. അവിടെ കുറച്ച് ഡാർക്ക് മരങ്ങളുണ്ട്, അതാണ് ചേർക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ഫോക്കൽ പോയിൻറ്റ്, അതായത് ആ പുല്ലും ആ വീടും എല്ലാം തെളിഞ്ഞു കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഇടുന്നത്. ഇവിടെയും കാണാം നല്ല ഉയരത്തിൽ നിൽക്കുന്ന പുല്ലിൻ്റെ അഗ്രങ്ങളെല്ലാം ഹൈലൈറ്റ് നിർത്തിയാണ് ചെയ്യുന്നത്. അത്രയും ഹൈലൈറ്റ് നിർത്തണമെന്നില്ലെങ്കിൽ പോലും നെഗറ്റീവ് പെയിൻറ്റിങ് പരിശീലിക്കുന്നത് നല്ല കാര്യമാണ്. അതിനിടയ്ക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടിയാണ് ഫ്ലൈറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സൗണ്ട് അവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏത് സമയത്തും ഫ്ലൈറ്റിൻ്റെ സൗണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോയിലിരുന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ കുറച്ച് പുല്ലുകളെല്ലാം നിൽക്കുന്നതിൽ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയിൽ. ആ പുല്ലുകളെല്ലാം വളരെ റഫായാണ് ചേർക്കുന്നത്. അത് ബ്ലെൻഡായി നിൽക്കണമെന്നുണ്ട്. പക്ഷേ എഡ്ജ് കുറച്ച് നമുക്ക് ഹൈലൈറ്റ് എല്ലാം വേണം താനും. പിന്നെ ആ വീടിൻ്റെ ബ്ലൂ കളർ വരുന്ന ചുമരിൻ്റെ നേരെ മുൻപിലുള്ള, അതായത് നമ്മൾ അടുത്തുള്ള ആ പുല്ലാണ്, അവിടെയും നമുക്ക് ലൈറ്റ് കളേഴ്സാണ് ചേർക്കേണ്ടത്. നമ്മുടെ സൈഡിലുള്ള പുല്ലും ആ മതിലും എല്ലാം കഴിഞ്ഞ് അതിനപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അത് വേർതിരിച്ച് കാണിക്കുക എന്നത് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ ആദ്യം ഉപയോഗിച്ചത് കുറച്ച് ഓറഞ്ചും നേപ്പിൾസ് എല്ലാം ചേർത്തൊരു കളറാണ്. ആ വെളിച്ചം വീഴുന്നുണ്ടാകും അതിലത് കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെറിയൊരു ഹൈലൈറ്റ് വിട്ട് നിൽക്കുകയാണ്, ഒരു നേരത്തെ ഹൈലൈറ്റ് അവിടെ ഉണ്ട്. അത് ഭയങ്കര പ്രധാനമാണ്. അതിനുശേഷം ബ്ലൂയും ബേൺസീനയും, അതായത് പ്രഷ്യൻ ബ്ലൂയും ബേൺസീനയും കുറച്ച് ഗ്രീനും ചേർത്തൊരു ഗ്രേ ഉണ്ടാക്കി. അതിനൊപ്പം തന്നെ ആ മതിലിൻ്റെ ചുമരിൽ പച്ചപ്പ് പിടിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൂക്കേഴ്സ് ഗ്രീനിൽ ചേർത്തു. വീണ്ടും ഇൻഡിഗോ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് വന്ന് ഇനി ചെയ്യാൻ പോകുന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയ ഒരു ചെടി നിൽക്കുന്നുണ്ട് മതിലിനപ്പുറത്ത്. ആ മതിലിനവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നിൽക്കുന്ന കുറച്ച് ചെടികളാണ്, ഞാൻ തന്നെ നട്ടതാണ് പണ്ട്. അപ്പോൾ അതിനെ ഞാനിവിടെ നെഗറ്റീവ് പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ട് കാണിക്കുന്നു. പക്ഷേ ഇത്രയും വൈറ്റായിട്ട് നിർത്തണമെന്നില്ല, കുറച്ച് വൈറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മുടെ അടുത്തുള്ള മതിലിനും നേപ്പിൾസ് എല്ലാം ഉപയോഗിച്ച് ലൈറ്റ് ഇട്ട ശേഷം ഗ്രേകൾ ഉപയോഗിച്ച്, ഗ്രേയും ബ്രൗണും ഉപയോഗിച്ച് ഷാഡോ വരച്ചു. ഇപ്പോൾ കണ്ടോ, ദൂരെയുള്ള ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് വിട്ടത്, അത് ആ സൈഡിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ട് വരുന്നൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിലുള്ള സ്ട്രോക്കുകൾ ഉപയോഗിച്ചു. ഷാഡോ വരുന്ന ഭാഗത്ത് വയലറ്റ് ഉപയോഗിച്ചു. അവിടെ ഹൈലൈറ്റിനും അതിനടുത്ത് തന്നെ ഉപയോഗിച്ച നേപ്പിൾസ് എല്ലോയ്ക്കും ഭയങ്കര പ്രാധാന്യമുണ്ട്. വെറ്റായിരിക്കും തന്നെ ഷാഡോകളെല്ലാം ചേർത്ത് പെട്ടെന്ന് തന്നെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഫോക്കൽ പോയിൻ്റ് അവിടെയൊന്നും അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ഇനി നമുക്ക് ആ ചെടിയെ കൂടി അവിടെ ബ്ലെൻഡ് ചെയ്യണം. കുറച്ച് പെർമനൻറ്റ് ഗ്രീനും കുറച്ച് റെഡും എല്ലാം ചേർക്കുന്നുണ്ട്. അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികളാണ്, ഞാൻ നട്ടത് തന്നെയാണ്. കുറച്ച് സാപ്പ് ഗ്രീൻ എല്ലാം ചേർത്തതിനെ ബ്ലെൻഡാക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വൈഡായിട്ടൊരു വ്യൂവിൽ കാണാം. ഏകദേശം നമ്മളുടെ പകുതി കഴിഞ്ഞതുപോലെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ പറമ്പിൽ നിൽക്കുന്ന ആ മാവിൻ്റെ ഇലകൾ കുറച്ച് ആ റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട്, നമ്മളുടെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ കൂടുതൽ ഡാർക്ക് ആക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്ത ആ കളറിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് കളർ വേണം. ഈ ഭാഗം കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാധാരണ തുടക്കക്കാരായ ആൾക്കാർക്ക്. കാരണം നമ്മൾ ഒരു ലെയർ ചെയ്ത് അടുത്ത ലെയർ ചെയ്ത് അങ്ങനെയല്ല ചെയ്യുക. പക്ഷേ ഈ ഭാഗം അഡ്വാൻസ്ഡായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം പരീക്ഷിക്കാവുന്നതാണ്, തുടക്കക്കാർക്കെല്ലാം പരീക്ഷിക്കാവുന്നതാണ്.
ഒരേ സമയത്ത് തന്നെ ഡാർക്കും അതായത് ഡെപ്ത് കളറും ലൈറ്റ് കളറും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങാതെ നമുക്കിങ്ങനെ ഉപയോഗിച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് ബ്ലെൻഡായി പോകും. അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഭാഗം. ബാക്ക്ഗ്രൗണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടൂ. എല്ലാം ആംഗുലർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള വാഴയുടെ ഇല വരയ്ക്കാൻ വളരെ ഈസിയാണ് ആംഗുലർ ബ്രഷ് കൊണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബ്രഷ് വാങ്ങേണ്ടതാണ്. വളരെ സിമ്പിളായി ഡാർക്കും ലൈറ്റും അതായത് ബ്ലൂയും ഗ്രീനും എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് വയലറ്റും എല്ലാം മിക്സ് ചെയ്ത് ആണിത് ഉപയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ ഉണങ്ങിയ ഒരു വാഴയില വരച്ച് വളരെ സിമ്പിളായി വരച്ച് കാണാം. നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. അതിനൊക്കെ കുറേ സമയം എടുത്ത് ചെയ്യാറുണ്ട്. ഇവിടെ ഡാർക്കായ ഇല വാഴയിലയ്ക്ക് വേണ്ടിയിട്ട് സിമ്പിളായി ഒരു ബ്രൗണും ഓറഞ്ചും എല്ലാം ചേർക്കുകയായിരുന്നു. അവിടെ ബ്ലെൻഡായി നിൽക്കുന്നതാണ്. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ വാഴയുടെ ഇലകളുടെ ഭാഗത്താണ്. ചുമരിൻ്റെ സൈഡിലുള്ള ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ഹോളുകൾ കുറച്ച് വിട്ടാണ് ചെയ്യുന്നത്. അതായത് വാഴയുടെ ഇലയുടെ ഇടയിൽ കൂടെ കാണുന്ന അപ്പുറത്തുള്ള ഭാഗമാണ് വരച്ചിരിക്കുന്നത്. വാഴയുടെ ഇല വരയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതിനാണ് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചത്. ഇനി എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ മുകളിലുള്ള ഒരു റെഡ് ലൈൻ വരച്ചു. അതെനിക്ക് ഷാർപ്പ് ലൈൻ ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കായിരുന്നു. പക്ഷേ അവിടേക്ക് എൻ്റെ ഫോക്കൽ പോയിൻ്റ് അല്ല എന്നുകൊണ്ട് തന്നെ അതൊക്കെ ബ്ലെൻഡായി വരുന്ന രീതിയിലും ചുമൽ കുറച്ച് യെല്ലോയും ഓറഞ്ച് കളർ ഉപയോഗിച്ചു, നേപ്പിൾസ് യെല്ലോ ഉപയോഗിച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് ചളി പിടിച്ചൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേ എല്ലാം ചേർത്തു. ചളി ഒലിച്ചു വന്നതുപോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധാകേന്ദ്രമല്ല നമ്മളുടെ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ആ ഡാർക്കായ ഭാഗത്ത് നിന്ന് കുറച്ച് കളർ പിക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ആ ചെറിയ ഓട്ടയിലൂടെ വരുന്ന ആ ഹോളിലൂടെ വരുന്ന വെളിച്ചത്തിനെയും അല്ലെങ്കിൽ നമുക്ക് വാഴയിലയും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അവിടെ അതിനെ കുറച്ച് ഗ്രീൻ ചേർത്ത വാഴയിലുള്ള പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ മതിലിൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവിടെ രണ്ട് ലൈനുകൾ ഇട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആക്കുന്നില്ല. അങ്ങ് ദൂരെയുള്ള മതിലിൻ്റെ മുകളിലുള്ള രണ്ട് മിനാരങ്ങൾ പോലത്തുള്ള രണ്ട് ഭാഗങ്ങൾ വരച്ചു. ഇനി അതിൻ്റെ പുറകിൽ വരച്ചിരുന്നത് നമ്മുടെ ബ്ലൂ കളറുള്ള ബിൽഡിങ്ങും അതിൻ്റെ ഡാർക്ക് ഭാഗങ്ങളുമാണ്. അതിനൊപ്പം തന്നെ പുല്ലിനെ വരയ്ക്കുകയാണ്. ഇവിടെ നല്ല വെളിച്ചം വീഴുന്ന ഒരു തരത്തിൽ പുല്ലുകൾ നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെയറിൽ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്ലാനിങ് ഭയങ്കര പ്രധാനമാണ് ഈ തരത്തിലുള്ള വാട്ടുകൾ ചെയ്യുമ്പോൾ. ഇങ്ങനെ അല്ലാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പലതരത്തിലും ഇതിനെ പരീക്ഷിക്കാൻ നിങ്ങൾക്ക്. ഇത് എൻ്റെ രീതിയാണ്. ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നിങ്ങൾക്ക് പിന്തുടരാം. ആ വെളിച്ചം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകിലുള്ള ഭാഗത്ത് കുറച്ച് ഡാർക്ക് ചേർത്തു. ഇപ്പോൾ നമ്മൾ അടുത്തുള്ള പുല്ലിനെയും നമ്മൾ ആ ഡാർക്ക് ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ആ വീടിൻ്റെ ഷാർപ്പ് എഡ്ജൊക്കെ ഞാൻ നന്നായി വരച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നിരുന്നു. അവിടെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കാൻ കാരണം നമ്മളെ ഫ്രണ്ട് സൈഡിലുള്ള പുല്ലിനെ നന്നായി കാണാൻ വേണ്ടിയാണ്. ഇനി നമ്മളെ വീടിൻ്റെ ഒരു ഷാഡോ വെളിച്ചം വരുന്നതിന് ശേഷമുള്ള ഒരു സൈഡിലേക്ക് വരുന്ന ഷാഡോയും ഒരു ചെരിഞ്ഞ രീതിയിലെ വെളിച്ചവും അവിടെ വരയ്ക്കുന്നുണ്ട്. അവിടെ പേപ്പർ വൈറ്റാണ് വിട്ടിരിക്കുന്നത്. അതിന് ശേഷം ഒരു ഗ്രേ കളർ അതായത് ഒരു ക്രീം കളർ ചുമരാണുള്ളത്. അപ്പോൾ നേപ്പിൾസ് യെല്ലോയും ഇൻഡിഗോയും മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളർ ഉപയോഗിച്ചാണ് ചെയ്തത്. ഈ ഭാഗത്തെ ഷീറ്റിട്ട് എൻ്റെ അടിഭാഗത്ത് ഒട്ടും വെളിച്ചം വീഴുന്നില്ല. അപ്പോൾ അവിടെ ഡാർക്ക് നിറത്തിലുള്ള പില്ലറുകളും എല്ലാം ചേർക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അവിടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഇപ്പോഴാണ് അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് തോന്നുന്നത്. അവിടെ ഒരു ബോർഡുണ്ട്. അതിനുശേഷമുള്ള ഗ്രില്ല് മറ്റു കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി ചേർക്കുകയാണ്. എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ആംഗുലർ ബ്രഷാണ്. ആംഗുലർ ബ്രഷ് 2-3 ബ്രഷുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ചെറിയ ബ്രഷുകൾ ഉപയോഗിക്കുകയാണ്. ഫ്ലാറ്റായിട്ട് ഉപയോഗിക്കാം. ആംഗുലർ ബ്രഷ് ഷാർപ്പായിട്ട് ഉപയോഗിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ കുറുകെയുള്ള ഒരു ബ്ലോക്കാണത്. ഡാർക്ക് കളറിലൊരു ഫ്രെയിം അവിടെ ഉണ്ട്. അവിടെയും ആ നെഗറ്റീവ് പെയിൻറ്റിങ് ചെയ്ത് ശ്രദ്ധിച്ചാലോ നിങ്ങൾ. ചെറിയ പേപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കറക്റ്റാക്കാനോ കൂടുതൽ ഹൊറിസോണ്ടൽ ലൈൻ കറക്റ്റാക്കാനോ ഒന്നും പറ്റുന്നില്ല. വളരെ ചെറിയതായതുകൊണ്ട് തന്നെ. ഇനി ആദ്യം നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത ഭാഗത്തുള്ള മാവിൻ്റെ ഇലയെല്ലാം ഒന്നും ഡീറ്റെയിൽ ആക്കുകയാണ്. അത് ഉണങ്ങുമ്പോഴേക്ക് തന്നെ നമുക്ക് ജനലുകൾ സിമ്പിളായിട്ട് വരയ്ക്കാം. ഒരു ബ്രഷിൻ്റെ അതേ സൈസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുള്ളൊരു കാര്യമുണ്ട്. അബ്സ്ട്രാക്ട്നെസ് കുറച്ച് കൂടുതലുണ്ടാവും. ഗ്രേ കളർ ഉപയോഗിച്ച് പെയിൻറ്റ് സ്ക്രീൻ ഉപയോഗിച്ചാണ് ജനലിനെ വളരെ സിമ്പിളായി വരച്ചത്. അടച്ചിട്ട ഗ്ലാസ്സുകളിട്ട ജനലാണത്. ഒരു തവണ കൂടി അതിന് ഷാഡോ ചേർക്കുകയാണ് ഗ്രേ കളർ ഉപയോഗിച്ച്. ഇനി ഓടിൻ്റെ ഉൾവശം അതായത് അടിഭാഗം കാണുന്നുണ്ട്. അവിടെ കാണുന്ന പട്ടികയും എല്ലാമാണ് വരയ്ക്കുന്നത്. ഇതെല്ലാം വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഭാഗങ്ങളാണ്. റൂഫിൻ്റെ ഭാഗം വളരെ സിമ്പിളായി കുറച്ച് പുള്ളികൾ മാത്രം ഇട്ട് അവസാനിപ്പിച്ചു. ദൂരെയുള്ളത് അതുകൊണ്ട് ഡീറ്റെയിൽ ആക്കണമെന്നില്ല. ഇപ്പോൾ അങ്ങ് ദൂരെ വരയ്ക്കുന്നത് ആ വാഴയെ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയാണ്. ഇത്രയും ഡീറ്റെയിൽ വേണമെന്നില്ല, അതില്ലെങ്കിലും നടക്കും. ദൂരെയുള്ള കുറച്ച് ഷാഡോസ് കൂടി ആ ഗ്രേ കൊണ്ട് ചേർത്തു. 2 ആൾക്കാർ ദൂരെ നടന്നു പോകുന്നുണ്ട്. ജസ്റ്റ് 2 ഡോട്ടുകൾ ഇടാനുള്ള വലിപ്പമേ ഉള്ളൂ. ബ്രഷിൻ്റെ തലപ്പുകൊണ്ട് ഒന്ന് തോണ്ടി കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ.
ബാക്കി റോഡിൽ വീട് നിൽക്കുന്ന ഇലയും ആ മതിലിന് താഴെ വരുന്ന ചില നിഴലുകളും പിന്നെ അവിടെ കോൺക്രീറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഷാഡോയും എല്ലാം വരച്ചു. ഇതാണ് നമ്മൾ പെയിൻറ്റിങ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.